ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരിത എല്ലാവരോടും ചേർന്ന് പറയുകയാണ്, ഞാൻ ഒരു ഫോട്ടോഷൂട്ടിനുള്ള ആളുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, ഈ വീട്ടിലെ എല്ലാവരും ഉണ്ടാവണം എന്ന് പറയട്ടോ. അപ്പോൾ സൂര്യയോടും പറയണ, സൂര്യ നീ കൂടി ഉണ്ടാവണം, നീയും ഈ കുടുംബത്തിലെ ഒരു അംഗമല്ലേ, അതുകൊണ്ട് നീയും കൂടി ഈ ഫോട്ടോഷൂട്ടിൽ ഉൾപ്പെടണം എന്ന് പറഞ്ഞ ഉടനെ സൂര്യക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ സൂര്യ പറയണേ, നീ ആരാടി എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ? ഇത് എൻ്റെ കുടുംബമാണ്, ഇവിടെ ഞാൻ എപ്പോൾ പങ്കെടുക്കണം, എപ്പോൾ ഇവിടെ നിന്നും പോവണം എന്നുള്ളതൊക്കെ ഞാൻ തീരുമാനിക്കും, അല്ലാതെ പുറത്തു നിന്നും കയറി വന്ന നീ തീരുമാനിക്കേണ്ട, നീ നിൻ്റെ പണി നോക്കി പോടി, അല്ലാതെ നീ എന്നോട് ആജ്ഞാപിക്കാനൊന്നും നിൽക്കണ്ട എന്നും പറഞ്ഞ് സൂര്യ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഹരിത എല്ലാവർക്കും മുന്നിൽ നാണം കേട്ട് നിൽക്കുകയാണ് കേട്ടോ സൂര്യയുടെ ആ മറുപടി കേട്ടപ്പോൾ. അപ്പോൾ ദേഷ്യം പിടിച്ചിട്ടാണ് ഹരിത നിൽക്കുന്നത്. അപ്പോൾ ഇന്ദ്രജ പറയുന്നത്, ഹരിത നീ അത് കാര്യമാക്കണ്ട, സൂര്യ അങ്ങനെ പലതും പറയും, അവൻ പറയുന്നതൊന്നും കേട്ട് നീ വെറുതെ ടെൻഷൻ ആവാൻ നിൽക്കണ്ട എന്ന് പറയട്ടെ. അങ്ങനെ എല്ലാവരും കൂടി ഫോട്ടോഷൂട്ടിന് റെഡി ആവുകയാണ്. എന്നിട്ട് വേദ കുറച്ച് ബ്രൈറ്റായ തിളങ്ങുന്ന ഒരു ഡ്രസ്സ് ഇട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഇന്ദ്രജ പറയണ, അല്ല നീ ഈ കളറുള്ള ഡ്രസ്സൊന്നും ഇടാറില്ലാത്തതാണല്ലോ വേദ, ഇതിപ്പോൾ എന്തുപറ്റി ഈ ഡ്രസ്സ് ഇടാനും? അപ്പോൾ വേദ പറയണ, രഞ്ജിത്തിനേക്കാളും എന്തുകൊണ്ടും ഒന്ന് മുന്നിൽ നിൽക്കേണ്ടത് ഞാൻ തന്നെയല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടത്. ഈ ഡ്രസ്സാകുമ്പോൾ ഫോട്ടോഷൂട്ടിൽ കുറച്ച് തിളങ്ങി കുറച്ച് ബ്രൈറ്റായിട്ട് തന്നെ നിൽക്കും, അതിനാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത്. അപ്പോഴത്തേക്കും യതീന്ദ്രനും പത്മയും ഉദയനും വന്ദനയും ഒക്കെ റെഡി ആയിട്ട് പുറത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് വേദയുടെ ഡ്രസ്സ് കണ്ടിട്ട് പത്മ പറയണ, ഈ ഡ്രസ്സ് നിനക്ക് നന്നായി ചേരുന്നുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട് എന്ന് പത്മയും യതീന്ദ്രനും ഒക്കെ പറയട്ടോ. അങ്ങനെ ഫോട്ടോഷൂട്ടിന് അലങ്കരിച്ച ആ ഭാഗം കണ്ട് പത്മ പറയണ, ഹരിത നന്നായിട്ടുണ്ട് മോളെ, നല്ല ഭംഗിയായിട്ടുണ്ട് നിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഉദയം പറയണ, അല്ലെങ്കിലും ഇവൾ ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവൾക്ക് കുറച്ച് അടിപൊളിയായിട്ടുണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്, പത്മ നിൻ്റെ സ്വഭാവം തന്നെയാണ് ഇവൾക്കും എന്ന് പറഞ്ഞ് വീണ്ടും പത്മയെ പുകഴ്ത്തിയിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഫോട്ടോഷൂട്ടിന് അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ഹരിത പറയണ, ആദ്യം അങ്കിളുടെയും ആൻറ്റിയുടെയും ഫോട്ടോ ആണ് ആദ്യം എടുക്കേണ്ടത് എന്ന് പറഞ്ഞ് അവരോട് ഇരിക്കാൻ പറയണം. അപ്പോൾ ഇതെല്ലാം തന്നെ നന്ദിനിയും രാജുവേട്ടനും മാറി നിന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാജേട്ടൻ പറയണ, കണ്ടില്ലേ അവരെല്ലാവരും കുടുംബ ഫോട്ടോ എടുക്കാൻ പോവുകയാണ്, സൂര്യ സാറിനെയും മോളുടെയും ചേർത്ത് കൂടിയല്ലേ കുടുംബ ഫോട്ടോ എടുക്കേണ്ടത്, എന്നിട്ട് സൂര്യ സാറിനെ ഒന്ന് കാത്തു നിൽക്കാൻ പോലുമുള്ള ക്ഷമ അവർക്കില്ല. അപ്പോൾ നന്ദിനി പറയണ, അവരുടെ ഇഷ്ടമല്ലേ, അവരത് സന്തോഷത്തോടു കൂടി തന്നെ അവരുടെ ഇഷ്ടം പോലെ അവർ ഫോട്ടോ എടുത്തോട്ടെ. രാജു പറയണ, മോളതിന് എപ്പോഴും ഇത് തന്നെയല്ലേ പറയാറുള്ളൂ എന്നൊക്കെ പറയട്ടെ. പക്ഷേ നന്ദിനിയുടെ മനസ്സിൽ നല്ല വിഷമമുണ്ട്, സൂര്യ സാറിനെ ചേർക്കാതെ അവരെല്ലാവരും കൂടി ചേർന്ന് ഫോട്ടോ എടുക്കുന്നത് കാണുമ്പോൾ നന്ദിനിക്ക് നല്ല വിഷമാവുന്നുണ്ട്. അങ്ങനെ അവർ ഓരോരോ മോഡലിലായിട്ട് അവരെല്ലാവരും കൂടി ചേർന്ന് ഫോട്ടോസുകളെല്ലാം എടുക്കുകയാണ്. അങ്ങനെ യതീന്ദ്രനും പത്മയും ചേർന്ന് ആദ്യം തനിച്ചൊരു ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് യതീന്ദ്രൻ്റെയും പത്മയുടെയും കൂടെ ഉദയനും വന്ദനയും നിൽക്കുകയാണ്. പിന്നീട് ഹരിതയും രഞ്ജിത്തും നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് രഞ്ജിത്തും വേദയും തനിച്ചുള്ള ഫോട്ടോ എടുക്കുകയാണ്. അങ്ങനെ അവരുടെ പല രീതിയിലുള്ള ഫോട്ടോസുകൾ എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇന്ദ്രജയുടെയും വിജയൻ്റെയും ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെ എല്ലാവരുടെയും ഫോട്ടോസ് ഓരോ തരത്തിലായിട്ട് എടുക്കുകയാണ്. അപ്പോഴാണ് പറയുകയാണ്, അല്ല ആൻറ്റി, ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഫോട്ടോസ് കൂടി എടുക്കണോ എന്ന് ചോദിക്കുമ്പോൾ, ഇനി ഒന്നും വേണ്ട മോളെ, ഇപ്പോൾ നമ്മളെ എല്ലാവരുടെയും ഫോട്ടോസുകളൊക്കെ എടുത്തല്ലോ എന്ന് പറയുമ്പോൾ യതീന്ദ്രൻ പറയണ, അല്ല പത്മ, നമുക്ക് സൂര്യ ഇതുവരെ വന്നില്ലല്ലോ, നമ്മുടെ കുടുംബ ഫോട്ടോയിൽ സൂര്യ കൂടി വേണ്ടതല്ലേ, അപ്പോൾ സൂര്യ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, അതിന് അവൻ ഏത് കാര്യത്തിനാണ് കൃത്യനിഷ്ഠയോട് കൂടി നമ്മളോടൊപ്പം എന്തിനെങ്കിലും അവൻ പങ്കെടുത്തിട്ടുണ്ടോ? ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ലേ അവൻ ഇതുവരെയും പങ്കെടുത്തിട്ടുള്ളൂ. ഇപ്പോൾ അവനോട് രാവിലെ പറഞ്ഞതല്ലേ ഹരിത, എല്ലാവരുടെയും ഫോട്ടോ എടുക്കണം, കുടുംബ ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞതല്ലേ, എന്നിട്ട് പോലും അത് നിസ്സാരമാക്കിയത് കൊണ്ടല്ലേ അവനിപ്പോൾ ഈ ഫോട്ടോഷൂട്ടിൽ കുടുംബ ഫോട്ടോ എടുക്കാൻ പോലും അവൻ വരാതിരുന്നത്. അവൻ ഇനി വന്നില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ യതീന്ദ്രൻ പറയണ, ഞാൻ എന്തായാലും അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് യതീന്ദ്രൻ അങ്ങ് മാറിപ്പോവാണ്. അപ്പോഴാണ് നന്ദിനി അവിടെ നിൽക്കുന്നത് കാണുന്നത് കേട്ടോ. അപ്പോൾ അല്ല മോളെ, നീ എന്താ ഈ ഫോട്ടോഷൂട്ടിലൊന്നും പങ്കെടുക്കാൻ വരാത്തത്, നീ എന്താ റെഡി ആവാതെ നിൽക്കുന്നത്? അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല, നിങ്ങളെല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ, അത് മതി. അല്ല സൂര്യ എന്താ വരാത്തത്, നീ സൂര്യയെ വിളിച്ചിരുന്നോ? അല്ല, സാറിനോട് പറഞ്ഞിട്ട് തന്നെയല്ലേ സൂര്യ സാറ് പോയത്, ഇന്ന് എന്തോ ജോലിയുണ്ട് എന്ന്, അപ്പോൾ അതിനല്ലേ പോയിരിക്കുന്നത്, അതായിരിക്കും വരാത്തത്. അപ്പോൾ യതീന്ദ്രൻ പറയണ, അത് 10 നിമിഷത്തെ കാര്യമല്ലേ ഉള്ളൂ, സൂര്യ ഒന്ന് വന്നാൽ മതി, അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേരിലായിരിക്കും അടുത്ത പ്രശ്നം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്.
പോകുന്നത്. അപ്പോൾ നന്ദിനി പറയണ സൂര്യ സാറ് തന്നെ ഒന്ന് വിളിച്ചു നോക്ക് എന്ന് പറയട്ടോ. അങ്ങനെ യതീന്ദ്രൻ സൂര്യയുടെ ഫോണിലേക്ക് വിളിക്കാൻ ഒരുങ്ങാട്ടോ. അപ്പോൾ ഈ സമയം സൂര്യയും വിവേകും കൂടി കള്ളുകുടിയിലാണ്. സൂര്യ വീട്ടിൽ നടന്ന കാര്യത്തെക്കുറിച്ച് വിവേകിനോട് പറയുകയാണ്, ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോ നശിപ്പിച്ചത് അത് മറ്റാരും ആയിരിക്കില്ല, ആ ഹരിത തന്നെയായിരിക്കും, അമേരിക്കക്കാരി ഹരിത തന്നെയായിരിക്കും, എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ വിവേക് പറയുന്നത്, അല്ല ഇനിയിപ്പോൾ നിൻ്റെ വീട്ടിലെ നിൻ്റെ അമ്മയോ ഇനിയിപ്പോൾ അനിയത്തിമാരോ ആയിരിക്കുമോ, നിൻ്റെ ചേച്ചിയോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കുമോ, അവർക്ക് ആർക്കും തന്നെയും ആ ഫോട്ടോ അവിടെ ഇരിക്കുന്നത് കൊണ്ട് ഇഷ്ടമില്ലായിരുന്നല്ലോ, ഇനിയിപ്പോൾ അവരാരെങ്കിലും ആയിരിക്കുമോ? അപ്പോൾ സൂര്യ പറയുന്നത്, അല്ല അവരൊന്നുമല്ല, അവർക്കൊക്കെ അതൊക്കെ ചെയ്യാനൊരു പേടിയുണ്ടാവും, പക്ഷേ ഇവള് തന്നെയാണ്, ഇതിപ്പോൾ പത്മ മേഡത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇവള് തന്നെയായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ് സൂര്യ വീണ്ടും വീണ്ടും കള്ളു കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിവേക് പറയണേ, സൂര്യ നീ കുടിച്ചത് ഒരു തവണ നീ കുടിച്ചു, എന്നിട്ടിപ്പോൾ നന്ദിനി ഇനി നിനക്ക് തരരുത് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്, നീ കുടിച്ചു ചെന്നാൽ അത് നന്ദിനി നിന്നോട് ക്ഷമിക്കില്ല എന്ന് പറയുമ്പോൾ നന്ദിനി ഇപ്പം തന്നെ എന്നോട് മിണ്ടുന്നില്ല, ഇതിപ്പോൾ ഞാൻ കുടിച്ചതൊന്നും നന്ദിനി അറിയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഹരിതയോടുള്ള ദേഷ്യത്തിന് വീണ്ടും വീണ്ടും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് യതീന്ദ്രൻ്റെ ഫോൺ വരുന്നത്. അപ്പോൾ വിവേക് ചോദിക്കുകയാണ്, അല്ല നന്ദിനിയാണോ? നന്ദിനി എന്നോട് മിണ്ടില്ല എന്ന് പറഞ്ഞ് ശബ്ദമെടുത്തിരിക്കുകയല്ലേ, പിന്നെ ആരാണ് നിനക്ക് വിളിക്കുന്നത്, നീ എന്തായാലും ഫോൺ എടുത്ത് നോക്ക്, അച്ഛനാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് സൂര്യ ഫോൺ എടുക്കുകയാണ് കേട്ടോ. അല്ല സൂര്യ, നീ എവിടെയാണ്? ഇവിടെ ഫാമിലി ഫോട്ടോ എടുക്കുന്നത് നിനക്കറിയാവുന്നതല്ലേ, നീ എന്താ ഇവിടെ വെത്താത്തത്? അതിനെന്താ, അച്ഛനും അവരെല്ലാവരും കൂടി ചേർന്നെടുത്തേക്ക്, എന്തിനാണാവോ? എൻ്റെ ആവശ്യമൊന്നുമില്ല, അച്ഛനിപ്പോൾ ഫോട്ടോ എടുക്കാൻ നോക്കും, അത് പറ്റില്ല, ഫാമിലി ഫോട്ടോയിൽ നീ ഇല്ലാതെ ശരിയാവില്ല സൂര്യ, നീ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്താൻ നോക്ക് എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ സൂര്യ വിവേകിനെയും കൂട്ടിയാണ് ഇനി അവിടേക്ക് പോകുന്നത്. അങ്ങനെ സൂര്യയും വിവേകും മൂക്കറ്റും കള്ളും കുടിച്ചുകൊണ്ടാണ് അവിടേക്ക് ചെല്ലുന്നത്. ഈ സമയം അവരെല്ലാവരും കൂടി ചേർന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി രാജുവിനോട് പറയുകയാണ്, രാജു ഏട്ടാ, സൂര്യ സാർ എങ്ങാനും കള്ള് കുടിച്ചുകൊണ്ടാണ് ഇവിടേക്ക് വരുന്നതെങ്കിൽ ഒരു വലിയ പ്രശ്നം തന്നെ ഉണ്ടാക്കും, ഇനിയിപ്പോൾ സൂര്യ സാറിൻ്റെ മനസ്സിൽ എൻ്റെയും സൂര്യ സാറിൻ്റെയും ഫോട്ടോ നശിപ്പിച്ചതിനുള്ള ആ ദേഷ്യം കൂടി ഉണ്ടാവും, എന്തൊക്കെയാണാവോ ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ള ടെൻഷനോട് കൂടിയാണ് കേട്ടോ രാജുവിനോട് ഓരോന്ന് നന്ദിനി പറഞ്ഞിട്ട് നിൽക്കുന്നത്. അപ്പോൾ രാജു പറയണേ, എന്തിനാണ് മോളെ നീ ഇങ്ങനെ ടെൻഷൻ ആകുന്നത്, നിന്നോടൊപ്പം സൂര്യ സാറും യതീന്ദ്രൻ സാറും എല്ലാവരും ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇവരെയൊക്കെ കുറിച്ച് ഓർത്ത് നീ വെറുതെ ടെൻഷൻ ആവുന്നത്? സൂര്യ സാർ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കുക തന്നെയാണ് വേണ്ടത്, ആ അമേരിക്കക്കാരി ഹരിത ചെയ്ത പ്രവൃത്തിക്ക് അവർ നടത്തുന്ന ഫോട്ടോഷൂട്ട് സൂര്യ സാർ എന്തായാലും വലിയൊരു പ്രശ്നമുണ്ടാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്, അങ്ങനെ ഉണ്ടാക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം, അല്ലാതെ മോള് കരുതുന്നത് പോലെയൊന്നുമല്ല, മോള് തനിച്ചല്ലല്ലോ, മോളോടൊപ്പം ഞാനുണ്ട്, സൂര്യ സാറുണ്ട്, യതീന്ദ്രൻ സാറുണ്ട്, പിന്നെ എന്തിനാണ് മോളിങ്ങനെ ടെൻഷനാകുന്നത്? ഓരോന്ന് ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ച് പ്രശ്നമുണ്ടാക്കുക തന്നെയാണ് സൂര്യ സാറ് ചെയ്യേണ്ടത്, നിശ്ചയം പോലും കഴിഞ്ഞിട്ടില്ല, എന്നിട്ട് അവർ കാണിച്ചു കൂട്ടുന്നതൊക്കെ കണ്ടില്ലേ? എന്നിട്ട് ഹരിത പത്മയോടും യതീന്ദ്രനോടും പറയണ, അല്ല നമ്മളിപ്പോൾ ഒരുവിധം ഫോട്ടോസുകളൊക്കെ എടുത്തു, ഇനിയിപ്പോൾ ഇവരോട് പോകാൻ പറയുകയല്ലേ ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ, പോകാൻ പറയാം. അപ്പോൾ യതീന്ദ്രൻ പറയണ, അല്ല അവരോട് പോകാൻ വരട്ടെ, സൂര്യ ഇതുവരെയും വന്നില്ലല്ലോ, സൂര്യ കൂടി വന്ന ശേഷം ഒരു ഫാമിലി ഫോട്ടോ എടുത്ത് കുടുംബ ഫോട്ടോ എടുത്ത ശേഷം മാത്രം മതി അവരെ പറഞ്ഞു വിടൽ, അത് പിന്നെ ഒരുപാട് നേരമായില്ലേ അവർ വന്നിട്ട്, സൂര്യയെ ഇതുവരെയും കാണാനില്ലല്ലോ, അവർക്ക് ഈ വർക്ക് കഴിഞ്ഞിട്ട് വേറെയും വർക്കുള്ളതല്ലേ അങ്കിൾ, അവർ പൊയ്ക്കോട്ടെ എന്ന് പറയുമ്പോൾ പത്മ പറയണ, അവർ പൊയ്ക്കോട്ടെ, ഇനി എന്തിനാണ് അവരെ ഇവിടെ നിർത്തുന്നത്, അല്ല സൂര്യ ഇപ്പോൾ വരാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, കുറച്ചു നേരം കൂടി കാക്കാം. അത് പറഞ്ഞു തീരുന്നതിൻ്റെ മുന്നേ സൂര്യയും വിവേകും കൂടി അവിടേക്ക് വരും കേട്ടോ. അങ്ങനെ സൂര്യയും വിവേകും അവിടേക്ക് വരുന്നത് ഒരു 1.5 വരവ് തന്നെയാണ് വരുന്നത്, പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടാണ് സൂര്യ വരുന്നത് കേട്ടോ. സൂര്യ അവിടെ ഒരു 1.5 പെർഫോമൻസ് ആണ് കാണിക്കാൻ പോകുന്നത്, അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.